ഹെവി വെഹിക്കിൾസ്, മെട്രോ റെയിൽ കോച്ചസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ നവരത്ന കമ്പനികളിലൊന്നാണ് BEML. പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള കമ്പനിയാണ്. ഫസ്റ്റ് ഫേസ് 270 കോടി രൂപയാണ് അവരുടെ മുതൽ മുടക്ക്. 400 ഏക്കർ സ്ഥലം കിൻഫ്ര പാട്ടത്തിന് കൊടുത്തതാണ്. അവർക്ക് അടുത്ത ഒരു ഫേസ് കൂടി എക്സ്പാൻഡ് ചെയ്യണമെന്ന പ്രോജക്റ്റ് തന്നിട്ടുണ്ട്. 600 ഏക്കർ സ്ഥലവും കൂടി അവർക്ക് ആവശ്യമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അതും അക്വയർ ചെയ്യാനുള്ള നടപടികൾ കിൻഫ്ര ആലോചിക്കുന്നുണ്ട്. 2009 തറക്കല്ലിട്ട് 1.25 വർഷം കൊണ്ട് ഒരു ഫാക്ടറിയുടെ എറക്ഷൻ പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലുള്ള റെക്കോർഡാണ്. ഇത്രയും വേഗത്തിൽ കൺസ്ട്രക്ഷൻ വർക്ക് തീർത്ത് ഫാക്ടറി കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് കേരളം ഇന്ത്യക്ക് തന്നെ നൽകുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജ് ആയിരിക്കും. നമ്മളിവിടെ പല പ്രശ്നങ്ങളാൽ കൺസ്ട്രക്ഷൻ തൊട്ടേ കുഴപ്പങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന പഴയ പല്ലവിയിൽ നിന്നൊരു വലിയ മാറ്റമാണ് BEMLന്റെ പൂർത്തീകരണം. മെയ് 16 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രതിരോധ വകുപ്പ് മന്ത്രി ശ്രീ AK ആന്റണി അധ്യക്ഷനായിരിക്കും. മറ്റു മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അതും പങ്കെടുക്കുന്നുണ്ട്. കാസർഗോഡ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ യൂണിറ്റിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നേക്ക് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഏതായാലും അതും നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സ് കളമശ്ശേരി സ്ഥാപിക്കുന്ന അവരുടെ യൂണിറ്റ് ശ്രീ AK ആന്റണി തറക്കല്ലിട്ടതാണ്. കിൻഫ്രയുടെ ഹൈടെക് ഇൻഡസ്ട്രിയൽ പാർക്കിലാണ് അതിന് സ്ഥലം കൊടുത്തത്. അതിൻ്റെയും കൺസ്ട്രക്ഷൻ വർക്ക് വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ബ്രഹ്മോസിന് 2ാം ഘട്ട വികസനത്തിന് ആവശ്യമായ സ്ഥലം എയർഫോഴ്സിൻ്റെ കൈവശമുള്ള സ്ഥലമാണ്, അതിനോട് ചേർന്നുള്ള സ്ഥലം. അതിൽ 70 കോടി രൂപ കൂടി മുടക്കി 2ാം ഘട്ട എക്സ്പാൻഷൻ AK ആന്റണി തറക്കല്ലിട്ടതായിരുന്നു. ആ സ്ഥലം വിട്ടുകിട്ടാൻ കുറച്ച് കാലതാമസം വന്നു. അവർക്ക് നേവി ഓഫീസർമാർക്ക് വീടുണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതായിരുന്നു ആ സ്ഥലം. അപ്പോൾ അതിന് പകരം സ്ഥലം വേണമെന്ന് അവരാവശ്യപ്പെട്ടു. പകരം സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ പ്രയാസപ്പെട്ടു. ഒടുവിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കൈവശമുള്ള ആ പഴയ എന്താ അതിന് പറയാ, സീവേജ് ഹോം ഉണ്ടല്ലോ പഴയ, അതിപ്പോൾ സീവേജ് ഫാം, അതിൻ്റെ ഈ വിമാനത്താവളത്തിനോട് അടുത്തുള്ള ഭാഗം 10 ഏക്കർ സ്ഥലം അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് അത് നേവി ഉദ്യോഗസ്ഥന്മാർക്ക് ഹൗസിങ്ങിന് എയർഫോഴ്സിന് കൈമാറാൻ ഗവൺമെൻറ് ക്യാബിനറ്റ് തീരുമാനിച്ചു. അതനുസരിച്ച് ആ സ്ഥലം അവർക്ക് ആക്സെപ്റ്റഡ് ആണെന്ന് അവർ പറഞ്ഞു. ഇനി ആ സ്ഥലം അവർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ബ്രഹ്മോസിൻ്റെ വികസനത്തിന് എയർഫോഴ്സിൻ്റെ കയ്യിലുള്ള ബ്രഹ്മോസിനോട് ചേർന്ന സ്ഥലം വിട്ടുകൊടുക്കും. അത് മിക്കവാറും 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും തത്വത്തിൽ അംഗീകരിച്ചു. സ്ഥലം ക്യാബിനറ്റ് തീരുമാനമെടുത്തു. അപ്പോൾ അതോടുകൂടി ബ്രഹ്മോസിൻ്റെ 2ാം ഘട്ട എക്സ്പാൻഷനുള്ള തടസ്സങ്ങൾ പൂർണ്ണമായി നീങ്ങിക്കഴിഞ്ഞു. അവരുടെ മുതൽ മുടക്ക് നടക്കും. അതോടുകൂടി ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് മിസൈൽ മാനുഫാക്ചറിങ് യൂണിറ്റായി ഇത് മാറാൻ പോവുക. പിന്നെ 2 പ്രധാനപ്പെട്ട വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ നിശ്ചയിച്ചിരുന്ന ഒന്ന്, കിൻഫ്രയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ബേപ്പൂരിലൊരു മറൈൻ പ്രോഡക്ട്സിൻ്റെ ഒരു വാല്യൂ അഡീഷൻ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സ്ഥലം അക്വയർ ചെയ്യലായിരുന്നു. അതിന് 22 ഏക്കർ സ്ഥലം അക്വയർ ചെയ്തതിൻ്റെ രേഖകൾ കഴിഞ്ഞ 24-ാം തീയതി കലക്ടർ കൈമാറി. അവിടെ ആ പാർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രവർത്തനം ഉടനെ ആരംഭിക്കുകയാണ്. അതുപോലെ കോഴിക്കോട് ജില്ലയിൽ രാമനാട്ടുകരയിൽ അഡ്വാൻസ് ടെക്നോളജി പാർക്കിനായി 82 ഏക്കർ സ്ഥലം അക്വയർ ചെയ്യാനുള്ള നടപടികളുണ്ടായിരുന്നു. കിൻഫ്രയാണ് അക്വയർ ചെയ്യുന്നത്. അതിൻ്റെയും അക്വസിഷൻ നടപടികൾ പൂർത്തീകരിച്ച് ലാൻഡ് രേഖകൾ കഴിഞ്ഞ 24-ാം തീയതി കോഴിക്കോട് കലക്ടർ കിൻഫ്രയ്ക്ക് കൈമാറി. അതോടുകൂടി ആ പാർക്കിൻ്റെയും പ്രവർത്തനങ്ങൾ ഉടനെ ആരംഭിക്കുന്നതാണ്. ഇത്രയുമാണ് പൊതുവിൽ എനിക്ക് പറയാനുള്ളത്. അത് ഒരു കേസുണ്ട് അതിൻ്റെ ഹൈക്കോടതി, അതുകൂടി തീരുമാനമായെങ്കിൽ എന്തെങ്കിലും നടപടിയിലേക്ക് പോകാനും. കോഴിക്കോടിൻ്റെത് ഒരു കേസ് പിൻവലിക്കുന്നത് സംബന്ധിച്ച് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടില്ല. അതിനൊരു നയപരമായ പ്രശ്നമായതുകൊണ്ട് അതിനൊരു നിയമപരമായ കാര്യങ്ങളും മറ്റും ഇപ്പോഴും ഒരു പൂർണ്ണമായ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടില്ല.
4 വർഷമായി. അതെ 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 അതെ. ഇതിൽ 2 ഇഷ്യൂ ആണുള്ളത്. ഒന്ന്, ദാറ്റ് യു ടോക്ക്ഡ് അബൌട്ട് some are saying that the figures are not correct now. That I can assure you, figures are perfectly audited and verified. So there is no doubt about it. The question is about institutionalization. One of the main achievements have been that we have been very transparent in selecting the CEO. To a great extent, the contribution of the CEO is very crucial to the revival of that. The government is committed to constitute the Public Enterprises Selection Board, through which the competent CEOs will be appointed. So once you have the competent CEOs appointed through the in a transparent manner, things will improve. 2, the board will also be appointed partially by the PESP. 3, we have strengthened the RIA, and what we have done is that the day before yesterday the cabinet has decided that all companies, all PSUs in Kerala will have to give a percentage of their turnover for RIAB for its functioning. Now RIAB as a professional agency has been institutionalized now. It's part of the government. They will be continuously monitoring the performance and various aspects, and this system in all probability will continue unless there is a dramatic U-turn in a policy decision, which is very unlikely to happen. I don't foresee any danger in the days to come because it's for. ടെക്സ്റ്റൈൽസിന് കുറച്ചു കാലം കൂടി നമ്മുടെ രാജ്യത്ത് സാധ്യതയുണ്ട്. ഒന്ന്, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമെന്ന നിലയിൽ ടെക്സ്റ്റൈലിന് ഇന്റേണൽ ഡിമാൻഡിൽ അടുത്ത കാലത്തൊന്നും കുറവ് വരാൻ പോകുന്നില്ല. 2, അഡ്വാൻസ്ഡ് രാജ്യങ്ങളിൽ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി പതുക്കെ പതുക്കെ ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. താരതമ്യേന ശമ്പളം കുറവുന്ന ഒരു മേഖലയാണ്. അപ്പം അതുകൊണ്ട് കുറച്ചു കാലവും കൂടി നമ്മുടെ രാജ്യത്ത് ഇത് നടക്കാൻ സാധ്യതയുണ്ട്. വളരെ കാലം കഴിയുമ്പോൾ ഇത് ഇങ്ങനെ നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഇംഗ്ലണ്ട് പോയിരുന്നു. അവിടെ ലങ്കാഷെയർ, അവിടെ ബർമിംഗ്ഹാം ചെന്നപ്പോൾ അവിടെ നാട്ടുകാർ കാണിച്ചു തന്നു ഒരു വലിയ പോക്കുഴൽ. അത് മാത്രമേ ഉള്ളൂ. പണ്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ കേന്ദ്രമായിരുന്നു. ഒരു മോണ്യുമെൻ്റ് എന്ന നിലയിൽ ഒരു പോക്കുഴൽ മാത്രം അവിടെ നിർത്തിയത്. അപ്പം അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഈ വ്യവസായം ഇന്നില്ലാതായി പിന്നോക്ക രാജ്യങ്ങളിലേക്ക് പോവാണ്. ഇന്ത്യയും കുറച്ച് കഴിയുമ്പോൾ പിന്നോക്ക രാജ്യം അല്ലാതാവും. കാരണം കേരളത്തിൻ്റെ സ്ഥിതി മാറുന്നുണ്ട്. പക്ഷെ കുറച്ചു കാലവും കൂടി എന്തായിരുന്നാലും ഈ വ്യവസായത്തിന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് അനുസരിച്ച് കുറച്ചുകൂടി മോഡേണൈസ്ഡ് മില്ലുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്, ഹൈടെക് പുതിയ മെഷീനറികളാണ്. അപ്പോൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത കുറച്ച് മെഷീനറികളാണ് സീതാറാം മില്ല് സ്ഥാപിച്ചത്. ഇന്ത്യയിലും കോയമ്പത്തൂരിലെ ലക്ഷ്മി മിൽസ് പോലുള്ള കമ്പനികൾ ഏറ്റവും പുതിയ മെഷീനറി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പഴയതിനേക്കാൾ എഫിഷ്യൻ്റാണ്, ലോക നിലവാരത്തിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന അത്രയും ഹൈടെക് ആയിട്ടുള്ള മില്ലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും.